അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് പീരിയോഡിക്കൽ എസ്സേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് പീരിയോഡിക്കൽ എസ്സേസ് നോക്കുമ്പോൾ നമുക്ക് വരേണ്ടതെന്ന് വെച്ചാൽ പീരിയോഡിക്കൽ എസ്സേസ് നിയോ ക്ലാസിക്കൽ ഏജിലാണ് നല്ല രീതിയിൽ ഫ്ലറിഷ്ഡ് ആയത്. 1660 തൊട്ട് 1798 ആണ് നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി അഗസ്റ്റൻ ഏജിലാണ് ഇത് ഫ്ലറിഷ്ഡ് ആയത്. അപ്പം അതിന്റെ എമർജൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണൽസ് മാഗസീൻസ് അപ്പിയർ ആവാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ദ ടാറ്റ്ലറും ദ സ്പെക്ടേറ്ററും ഒക്കെ വന്നു. ദ ടാറ്റ്ലർ വന്നത് 1709 ദ സ്പെക്ടേറ്റർ വന്നത് 1711 ഇത് ജോസഫ് എഡിസണും റിച്ചാർഡ് സ്റ്റീലും ഒക്കെയാണ് ഇത് പോപ്പുലറൈസ് ചെയ്ത്, ടാറ്റ്ലറും സ്പെക്ടേറ്ററും എല്ലാം. പിന്നെ സാമുവൽ ജോൺസണും ഒക്കെ പീരിയോഡിക്കൽ എസ്സേസ് എഴുതിയിട്ടുണ്ട്. ഈ എസ്സേസ് എല്ലാം വളരെ ബ്രീഫാണ്, വളരെ വിറ്റിയാണ്, മോറലിസ്റ്റിക് ആണ്. മിഡിൽ ക്ലാസ് റീഡേഴ്സിനെയാണ് ഇത് എയിം ചെയ്ത് ഇറക്കിയത്. പിന്നെ ഇത് റീസൺ അല്ലെങ്കിൽ ഇന്റലക്റ്റിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനും പിന്നെ പബ്ലിക് ടേസ്റ്റിനെ റിഫൈൻ ചെയ്യാനും, അതായത് മിഡിൽ ക്ലാസ് പീപ്പിൾ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അവരെയൊക്കെ ഒന്ന് നേർവഴിക്ക് നടത്തുക എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത്. മാനേഴ്സിനെ കുറിച്ച്, മോറൽസിനെ കുറിച്ച്, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ് ആൻഡ് ലിറ്ററേച്ചർ, ഇത്രയും കാര്യങ്ങൾ എസ്സേസ് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ഈ ഒരു എസ്സേസ് വന്നതോടുകൂടി പ്രോ സ്റ്റൈല് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, ക്ലിയർ ആൻഡ് എലഗന്റ് ആവാൻ തുടങ്ങി. സിമ്പിൾ ഡയറക്റ്റ് ലാംഗ്വേജിൽ ഓർഡിനറി റീഡേഴ്സിന് വായിക്കാവുന്ന രീതിയിലും ഒക്കെ ഇത് എഴുതി വരാൻ തുടങ്ങി. അപ്പോൾ മോഡേൺ ജേർണലിസത്തിനും എസ്സേ റൈറ്റിങ്ങിനും ഒക്കെ പീരിയോഡിക്കൽ എസ്സേസ് ആണ് കാരണമായത്. ഓക്കെ, എസ്സേസ് എല്ലാം മോറൽ ലെസൺസ് കാണും. ഈ ഓണസ്റ്റി, മോഡസ്റ്റി, റാഷണൽ തിങ്കിങ്, ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. പിന്നെ ഹിപ്പോക്രസി, ആളുകളുടെ ഹിപ്പോക്രസി, ഐഡിൽനെസ്, വാനിറ്റി, അഹങ്കാരം, അതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തും എഴുതിയിട്ടുണ്ട്. പിന്നെ വിമന് കിട്ടുന്ന എഡ്യൂക്കേഷൻ, ക്ലാസ് ഡിസ്പാരിറ്റീസ്, അർബൻ ലൈഫ് പ്രോബ്ലംസ്, ഇതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ ഒരു എസ്സേസിനകത്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഒന്ന് ഇതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ്ലറിനെ കുറിച്ചും സ്പെക്ടേറ്ററിനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ എഴുതുന്നത് നന്നായിരിക്കും. പിന്നെ പീരിയോഡിക്കൽ എസ്സേ എന്ന് വെച്ചാൽ എന്താ, ഷോർട്ട് പ്രോസ് പീസാണ്. അത് മാഗസീൻസിലും ന്യൂസ് പേപ്പേഴ്സിലും ഒരു റെഗുലർ ബേസിസിലാണ് യൂഷ്വലി പബ്ലിഷ് ചെയ്യുന്നത്. കോൺവെർസേഷണൽ ടോണിലായിരിക്കും, ഫോക്കസിങ് ഓൺ കണ്ടംപററി ലൈഫ്, മാനേഴ്സ് ആൻഡ് മൊറാലിറ്റി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ മോറൽ ആൻഡ് ഡൈഡാക്റ്റിക് പേർപ്പസ് ആണ് ഇതിൻ്റെ ഒരു ഇത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആളുകളുടെ കുറ്റവും കുറവും, അതായത് അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവണം എന്നുള്ളൊരു മോറൽ ഉപദേശം കൊടുത്തിട്ടാണ് ഇത് എപ്പോഴും ചെയ്യുന്നത്. ഡ്രസ്സിനെ കുറിച്ചും മാനേഴ്സിനെ കുറിച്ചും കോൺവെർസേഷനെ കുറിച്ചും ഒക്കെ പ്രാക്ടിക്കൽ ഗൈഡൻസ് കൊടുത്തിരുന്നു ഈ ഒരു എസ്സേസ് എല്ലാം. പിന്നെ വിമന്റെ സ്റ്റേറ്റസ്, അർബനൈസേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മിഡിൽ ക്ലാസ് പീപ്പിളിന്റെ എമർജൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ, മാരേജ് ആൻഡ് റിലീജിയനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പീരിയോഡിക്കൽ എസ്സേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിയർ പ്രോസിലാണ് എഴുതുന്നത്. ഒരു ലിറ്ററേറ്റ് പേഴ്സൺ, ആവറേജ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലേ ഇവർ എഴുതത്തോളൂ. ഓക്കെ, പിന്നെ നിയോ ക്ലാസിക്കൽ ഐഡിയൽസ് ആയിട്ടുള്ള ഓർഡർ, ഡെക്കോറം ആൻഡ് ബാലൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. പിന്നെ എന്താണ്, ലിറ്റററി വർക്ക്സിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്തിരുന്നു. അത് ഈ സാമുവൽ ജോൺസന്റെ ഒക്കെ പീരിയോഡിക്കൽ എസ്സേ അങ്ങനെയുള്ളതായിരുന്നു. ഈ ബാക്കിയുള്ള ലിറ്റററി വർക്ക്സിനെ കുറിച്ച് ഇദ്ദേഹം എസ്സേസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നിയോ ക്ലാസിക്കൽ ഏജിനെ കുറിച്ചും ഒക്കെ ഗൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളതായിരുന്നു അദ്ദേഹമൊക്കെ. ഇപ്പോൾ പീരിയോഡിക്കൽ എസ്സേ എന്ന് പറയുന്ന ലിറ്റററി ഫോം മാത്രമല്ല, അതൊരു കൾച്ചറൽ ഫോഴ്സും കൂടിയായിരുന്നു നിയോ ക്ലാസിക്കൽ ഏജിൽ. അത് എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നു, എന്റർടൈൻ ചെയ്തിരുന്നു, സൊസൈറ്റിയെ റിഫോം ചെയ്തിരുന്നു. ഒരു മോറൽ കൈൻഡ് ഓഫ് ആൻഡ് വിറ്റി കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് ഇവരുടേത്. വളരെ ക്ലാരിറ്റിയോട് കൂടിയും ഇന്റലക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുമാണ് ഇത് എഴുതിയിരുന്നത്. പിന്നെ എഡിറ്റോറിയൽസിനെയും ഒപ്പീനിയൻ പീസസിനെയും നമ്മുടെ പേഴ്സണൽ എസ്സേയൊക്കെ ഈ പീരിയോഡിക്കൽ എസ്സേസ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ചാൾസ് ലാംബ്, വില്യം ഹാസ്ലിറ്റ് പോലെ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ഡേ ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് ഈ പീരിയോഡിക്കൽ എസ്സേസ് ആണ്. അങ്ങനെ ഇംഗ്ലീഷ് എസ്സേ ട്രഡീഷനെയൊക്കെ ഷേപ്പ് ചെയ്തത് ഈ പീരിയോഡിക്കൽ എസ്സേസ് ആണ്.